എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷൈജു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്, നമുക്കറിയാം നമ്മുടെ കേട്ടറ്റ് കാറ്റഗറി 1 and 2 പരീക്ഷകൾ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. സോ ജൂലൈ മാസത്തിന്റെ പകുതിയും ഓഗസ്റ്റ് മാസത്തിന്റെ പകുതിയും ഏകദേശം ഒരു 30 ദിവസത്തെ സമയമാണ് നമ്മുടെ മുമ്പിലേക്ക് കിട്ടുന്ന പഠിക്കാൻ. അപ്പോൾ ഈ ഒരു 30 ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് പഠിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തലിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ മാത്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അടങ്ങുന്ന രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പോകാൻ പോകുന്നത്. ഈ ഒരു ചോദ്യങ്ങളുടെ പ്രത്യേകത വിവിധ കേട്ടറ്റ് കാറ്റഗറി 1 and 2 പരീക്ഷകളിലെ ഒന്നിലധികം തവണ ചോദിച്ചു മാറിയ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളായതുകൊണ്ട് ഒരു ബുക്കിനകത്തേക്ക് വൃത്തിയായിട്ട് എഴുതി മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പരീക്ഷ ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾക്ക് അവസാനിപ്പിക്കുവാൻ സാധിക്കും. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കുവാണ്. നമ്മുടെ ചോദ്യം ഇതാണ്. ചോദ്യം: ഒരു ചതുരക്കട്ടയുടെ നീളം, വീതി, ഉയരം എന്നിവ 12, 6, 9 സെന്റിമീറ്റർ ആണ്. ഇതിൽ നിന്നും ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ ക്യൂബിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയാടാ കുഞ്ഞുങ്ങളെ എന്നാണ് ചോദ്യം. എപ്പോഴും നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണിത്. ഒരു ചതുരക്കട്ട, അതിന്റെ നീളം തന്നിട്ടുണ്ട്. നീളം 12 സെന്റിമീറ്റർ ആണ്, വീതി 6 സെന്റിമീറ്റർ ആണ്, ഹൈറ്റ് 9 സെന്റിമീറ്റർ ആണ്. ഇതിൽ നിന്നും മുറിച്ചെടുക്കാവുന്ന ഏറ്റവും വലിയ ക്യൂബ്, അതിന്റെ വശത്തിന്റെ നീളം എത്രയാടാ എന്നാണ് ചോദ്യം. അതായത് ഒരു ചതുരക്കട്ട അല്ലെങ്കിൽ ചതുരപ്പെട്ടി അല്ലെങ്കിൽ ചതുരസ്തംഭത്തിൽ നിന്നും മുറിച്ചെടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ക്യൂബിന്റെ വശത്തിന്റെ നീളം എത്ര എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, തന്നിരിക്കുന്ന അളവുകളിലെ ഏറ്റവും ചെറിയ അളവായിരിക്കും ഉത്തരം. അപ്പൊ തന്നിരിക്കുന്ന അളവുകൾ 12, 6, 9 ആണ്. അതിൽ ഏറ്റവും ചെറിയ അളവെന്ന് പറഞ്ഞാൽ 6 ആണ്. ഉത്തരം 6 എന്ന് വരും ആൻസർ. സിമ്പിൾ അല്ലേ? അപ്പോൾ ഒരു ചതുരപ്പെട്ടി അല്ലെങ്കിൽ ചതുരക്കട്ട അല്ലെങ്കിൽ ചതുരസ്തംഭത്തിൽ നിന്നും മുറിച്ചെടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ക്യൂബ്, സമചതുരപ്പെട്ടി അല്ലെങ്കിൽ സമചതുരക്കട്ട അല്ലെങ്കിൽ സമചതുര സ്തംഭത്തിന്റെ മുറിച്ചെടുക്കാവുന്ന ഏറ്റവും വലിയ സമചതുരക്കട്ട അല്ലെങ്കിൽ സമചതുര സ്തംഭത്തിന്റെ വശത്തിന്റെ നീളം എത്ര എന്ന് ചോദിച്ചാൽ തന്നിരിക്കുന്ന അളവുകളിലെ ഏറ്റവും ചെറിയ അളവിനെ ഉത്തരമായിട്ട് പരിഗണിക്കാം എന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇപ്പോൾ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ക്ലാസ്സിൽ പറഞ്ഞു മാറിയത്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മറ്റൊരു പ്രീവിയസ് ഇയർ ചോദ്യമാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. താഴെ തന്നിരിക്കുന്നവയിലെ ലൂഡോൾഫ് സംഖ്യയുമായി ബന്ധപ്പെട്ട സംഖ്യ ഏതാണെന്നാണ് ചോദ്യം. താഴെ തന്നിരിക്കുന്ന സംഖ്യകൾ നിങ്ങൾ പരിശോധിക്കുക. അതിനകത്ത് ലൂഡോൾഫ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഖ്യ ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കരണികളുണ്ട്, അഭാജ്യ സംഖ്യകളുണ്ട്, പൈ ഉണ്ട്, പൂർണ്ണവർഗ സംഖ്യകളുണ്ട്. ഇവിടെ മക്കളെ, കരണികൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇംഗ്ലീഷിലെ സട്സ് എന്ന് പറയും. കരണികളുടെ ഇംഗ്ലീഷ് ആണ് സട്സ്. എന്താണ് കരണികൾ എന്ന് ചോദിച്ചാല് റൂട്ടുള്ള സംഖ്യകളെ പറയുന്ന പേരാണ് കരണികൾ. അത്രമാത്രം അറിഞ്ഞാൽ മതി. ഒരു സംഖ്യക്ക് റൂട്ട് സിമ്പൽ ഉണ്ടെങ്കിൽ അത്തരം സംഖ്യകളെ പറയുന്ന പേരാണ് കരണികൾ. കരണികൾ, റാഡിക്കലുകൾ, സട്സ്, കരണികൾ എന്ന് പറയും. എക്സാമ്പിൾ പറഞ്ഞാൽ റൂട്ട് 2, റൂട്ട് 5, റൂട്ട് 10, അതേപോലെ ക്യൂബ് റൂട്ട് 13, ക്യൂബ് റൂട്ട് 49 എക്സെട്രാ. ഇത്തരം സംഖ്യകളെ പറയുന്ന പേരാണ് കരണികൾ അല്ലെങ്കിൽ സട്സ് എന്ന് പറയും. അപ്പോൾ ഈ കരണികളുടെ പ്രത്യേകത എന്തെന്നറിയോ? ഇതിന്റെ വില നമുക്കൊരിക്കലും കൃത്യമായിട്ട് പറയുവാൻ സാധിക്കത്തില്ല. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, സാറേ റൂട്ട് 9 എന്ന് പറയുന്ന സംഖ്യ കരണിയാണോ എന്ന് ചോദിച്ചാൽ അത് കരണി അല്ല.
കാരണം √9 വില 3 അതല്ല. അല്ലെങ്കിൽ ക്യൂബ് റൂട്ട് 27 എന്ന് പറഞ്ഞാൽ എടാ ക്യൂബ് റൂട്ട് 27 എന്ന് പറഞ്ഞാൽ 3 അതുകൊണ്ട് ക്യൂബ് റൂട്ട് 27 കരണിയല്ല. അല്ലാതെ റൂട്ടുള്ള സംഖ്യകളെ പറയുന്ന പേരാണ് കരണികൾ, അല്ലെങ്കിൽ റാഡിക്കലുകൾ, അല്ലെങ്കിൽ സഡ്സ്, അല്ലെങ്കിൽ റാഡിക്കൽസ് എന്ന് പറയും. ഇനി ഇത്തരം സംഖ്യകളുടെ വില നമുക്കൊരിക്കലും കൃത്യമായിട്ട് പറയുവാൻ സാധിക്കത്തില്ല. അതായത് ഇത്തരം സംഖ്യകളുടെ വില നമുക്കൊരിക്കലും P/Q രൂപത്തിലേക്ക് എഴുതുവാൻ സാധിക്കത്തില്ല. അങ്ങനെ P/Q രൂപത്തിലെ എഴുതുവാൻ സാധിക്കാത്ത സംഖ്യകളെ പറയുന്ന പേരാണ് അഭിന്നക സംഖ്യകൾ എന്ന് പറയും. അപ്പോൾ കരണികൾ എന്തിന് എക്സാമ്പിൾ ആണ്? അഭിന്നക സംഖ്യകൾക്ക് ഉദാഹരണമാണ്. മറന്നു പോരുത്, എല്ലാ കരണികളും അഭിന്നക സംഖ്യകൾക്ക് ഉദാഹരണമാണ്. പൈ എന്ന് പറയുന്ന സംഖ്യ ഒരു അഭിന്നക സംഖ്യയാണ്. പൈ എന്ന് പറയുന്ന സംഖ്യ ഒരു അഭിന്നക സംഖ്യയാണ്. പൈയുടെ വില കൃത്യമായിട്ട് നമുക്ക് പറയുവാൻ സാധിക്കത്തില്ല. ഏകദേശ വിലയാണ് 22/7 അല്ലെങ്കിൽ 3.14. അതുകൊണ്ട് പൈ ഒരു അഭിന്നക സംഖ്യയാണ് എന്നുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കണം. നമുക്കൊരു സംഖ്യയുടെ വില P/Q രൂപത്തിൽ എഴുതാൻ സാധിക്കുവാണെങ്കിൽ അത്തരം സംഖ്യകളെ പറയുന്ന പേരാണ് എന്ത്? ഭിന്നക സംഖ്യകൾ, അല്ലെങ്കിൽ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. അപ്പൊ P/Q രൂപത്തിൽ എഴുതാൻ സാധിക്കത്തില്ലെങ്കിൽ അത്തരം സംഖ്യകളെ പറയുന്ന പേരാണ് അഭിന്നക സംഖ്യകൾ, അല്ലെങ്കിൽ ഇർറാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. മാത്രമല്ല ഭിന്നക സംഖ്യകളും അഭിന്നക സംഖ്യകളും കൂടെ ചേരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? രേഖീയ സംഖ്യകൾ കിട്ടും എന്നുള്ള കാര്യവും മറന്നു പോകാൻ പാടില്ല. അപ്പോൾ അടുത്തത് അഭാജ്യ സംഖ്യകളുടെ പ്രത്യേകത എന്താണ്? അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എടാ ഒരു സംഖ്യയുടെ ഘടകങ്ങള് ഒന്നും ആ സംഖ്യയും മാത്രമുള്ളെങ്കിൽ, ഒരു സംഖ്യയുടെ ഘടകങ്ങള് ഒന്നും ആ സംഖ്യയും മാത്രമാണെങ്കിൽ അത്തരം സംഖ്യകളെ പറയുന്ന പേരാണ് അഭാജ്യ സംഖ്യകൾ, അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് എന്ന് പറയും. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 2, 3, 5, 7, 11, 13, 17, 19, 23, 29, 31 എക്സെട്ര. ഇത്തരം സംഖ്യകളുടെ പ്രത്യേകത ഇതിന്റെയൊക്കെ ഘടകങ്ങള് ഒന്നും ആ സംഖ്യയും മാത്രമാണ്. അതുകൊണ്ട് ഇത്തരം സംഖ്യകളെ നമ്മൾ പറയുന്നത് അഭാജ്യ സംഖ്യകൾ, അല്ലെങ്കിൽ പ്രൈം നമ്പർ എന്നാണ്. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ 2 ആണ്. ഇരട്ട അഭാജ്യ സംഖ്യ 2 ആണ്. ഏറ്റവും ചെറിയ ഒറ്റ അഭാജ്യ സംഖ്യ 3 ആണ്. ഇത്തരം കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ ഉണ്ടാകണം. അടുത്തത് പൈ എന്ന് പറയുന്ന സംഖ്യ. പൈ എന്ന് പറയുന്ന സംഖ്യയുടെ പ്രത്യേകത, പൈ എന്ന് പറയുന്ന സംഖ്യ ഒരു മാത്തമാറ്റിക്കൽ കോൺസ്റ്റന്റ് ആണ്, അല്ലേ? നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്. പൈയുടെ വില 3.14 അല്ലെങ്കിൽ 22/7 ആണ്. അതായത് പൈയുടെ ഏകദേശ വില മാത്രമാണ് 22/7 അല്ലെങ്കിൽ 3.14. പൈ ഒരു അഭിന്നക സംഖ്യക്ക് ഉദാഹരണമാണ്. കാരണം പൈയുടെ വില നമുക്ക് കൃത്യമായിട്ട് പറയുവാൻ സാധിക്കാത്തത് കൊണ്ട് പൈ ഒരു അഭിന്നക സംഖ്യക്ക് ഉദാഹരണമാണെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ വൃത്തിയായിട്ട് ഓർത്തു വെക്കണം. അതേപോലെ ഈ പൈ എന്ന് പറയുന്ന സംഖ്യയെ നമ്മൾ ലൂഡോൾഫ് സംഖ്യ എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ലൂഡോൾഫ് സംഖ്യയുമായിട്ട് ബന്ധപ്പെട്ട സംഖ്യ എന്ന് ചോദിച്ചാൽ അത് പൈ ആണ് എന്നുള്ള കാര്യം വൃത്തിയായിട്ട് ഓർത്തിരിക്കണം. മുൻ വർഷങ്ങളിലെ ചോദിച്ചു പോയ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അത്. അടുത്തത് പൂർണ്ണവർഗ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സംഖ്യകളുടെ സ്ക്വയർ എടുക്കത്തില്ലേ? 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25, അങ്ങനെ സ്ക്വയർ എടുക്കുമ്പോൾ കിട്ടുന്ന സംഖ്യകളുണ്ടല്ലോ, ആ സംഖ്യകളെ പറയുന്ന പേരാണ് പൂർണ്ണവർഗ സംഖ്യകൾ, അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ, അല്ലെങ്കിൽ സ്ക്വയർ നമ്പർ എന്ന് പറയും. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25, 6ന്റെ സ്ക്വയർ 36. ഇത്തരം സംഖ്യകളെ പറയുന്ന പേരാണ് പൂർണ്ണവർഗ സംഖ്യകൾ, അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ, അല്ലെങ്കിൽ സ്ക്വയർ നമ്പർ എന്നാണ് പറയുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ സൂക്ഷിക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്.
കരണികൾ എന്താണെന്ന് പറഞ്ഞു. അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാല് ഒരു സംഖ്യയ്ക്ക് ആ സംഖ്യയും ഒന്നും മാത്രമായിട്ട് ഘടകങ്ങളായിട്ട് വരുന്ന സംഖ്യകളെ പറയുന്ന പേരാണ് അഭാജ്യ സംഖ്യകൾ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി, ഒരു സംഖ്യയെ ആ സംഖ്യ കൊണ്ട് മാത്രമേ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റത്തുള്ളെങ്കിൽ അത്തരം സംഖ്യകളെ പറയുന്ന പേരാണ് അഭാജ്യ സംഖ്യകൾ. അങ്ങനെ ഓർത്തിരുന്നാൽ മതി. എക്സാമ്പിൾ പറഞ്ഞാൽ 7നെ 7 കൊണ്ടല്ലാതെ മറ്റേതെങ്കിലും സംഖ്യ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, സാറേ ഒന്നുകൊണ്ട് പറ്റുമല്ലോ. ഒന്നുകൊണ്ട് പറ്റും. ഒന്നൊഴികെ വേറെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ 7 ഒരു അഭാജ്യ സംഖ്യയാണ്. അത്രേ ഉള്ളൂ. 11നെ 11 കൊണ്ടല്ലാതെ മറ്റേതെങ്കിലും സംഖ്യ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് 11 ഒരു അഭാജ്യ സംഖ്യയാണ്. അങ്ങനെ പഠിച്ചു വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. അതാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച വാക്യങ്ങൾ. എന്താണ് പൂർണ്ണവർഗ സംഖ്യ? പൂർണ്ണവർഗ സംഖ്യ എന്ന് പറഞ്ഞാല് ഒരു സംഖ്യയുടെ സ്ക്വയർ എടുക്കുമ്പോൾ കിട്ടുന്ന സംഖ്യകളെയാണ് പൂർണ്ണവർഗ സംഖ്യ എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ പൂർണ്ണവർഗ സംഖ്യ 1 ആണ്. 1 കഴിഞ്ഞാൽ 9, 9 കഴിഞ്ഞാൽ 16, 16 കഴിഞ്ഞാൽ 25, 25 കഴിഞ്ഞാൽ 36, 36 കഴിഞ്ഞാൽ 49 ആണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വൃത്തിയായിട്ട് ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ദേശീയ ഗണിത ശാസ്ത്ര ദിനം എന്നാണെന്നാണ് ചോദ്യം. അപ്പോൾ നാഷണൽ മാത്തമാറ്റിക്സ് ഡേ, ദേശീയ ഗണിത ശാസ്ത്ര ദിനം എന്ന് പറഞ്ഞാൽ ഡിസംബർ 22 ആണെന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം. ദേശീയ ഗണിത ശാസ്ത്ര ദിനം ഡിസംബർ 22. ഡിസംബർ 22ന്റെ പ്രത്യേകത, ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ ഗണിത ശാസ്ത്രജ്ഞനായിട്ടുള്ള ഡോക്ടർ ശ്രീനിവാസ രാമാനുജന്റെ ബർത്ത് ഡേറ്റ് കൂടിയാണ് ഡിസംബർ 22. ഡോക്ടർ ശ്രീനിവാസ രാമാനുജൻ, അദ്ദേഹത്തിന് നമ്മുടെ മാത്തമാറ്റിക്സിനകത്ത് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സംഭാവനകൾ, ഗണിതശാസ്ത്രത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹം ജനിച്ച ദിവസമായ ഡിസംബർ 22-നെ ദേശീയ ഗണിത ശാസ്ത്ര ദിനമായിട്ട് നമ്മൾ ആചരിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഡോക്ടർ ശ്രീനിവാസ രാമാനുജൻ ജനിച്ചത് തമിഴ്നാട്ടിലാണ്. ഒരു തമിഴ്നാട് സ്വദേശിയാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ചോദ്യമാണ് അന്താരാഷ്ട്ര ഗണിത ശാസ്ത്ര ദിനം എന്നാണ്. ഇത് നമ്മളിപ്പോ എന്തോ പറഞ്ഞത്, ദേശീയ ഗണിത ശാസ്ത്ര ദിനം അല്ലെങ്കിൽ നാഷണൽ മാത്തമാറ്റിക്സ് ഡേ എന്ന് പറഞ്ഞാൽ ഡിസംബർ 22 ആണെങ്കിൽ അടുത്ത ചോദ്യം അന്താരാഷ്ട്ര ഗണിത ശാസ്ത്ര ദിനം എന്നാണ്, അതായത് ഇന്റർനാഷണൽ മാത്തമാറ്റിക്സ് ഡേ എന്നാണെന്ന് ചോദിച്ചാല് നിങ്ങൾ പറയണം മാർച്ച് 14. മാർച്ച് 14. ഈ മാർച്ച് 14-ന് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് പൈ ദിനമായിട്ട് കൂടി ആചരിക്കുന്ന മറ്റൊരു ദിവസമാണ്. അപ്പോൾ പൈ ദിനം എന്നു ചോദിച്ചാൽ നമുക്കറിയാം മാർച്ച് 14 ഓർത്തിരിക്കാൻ എളുപ്പമാണ്. പൈയുടെ വില 3.14 അല്ലേടാ. അപ്പൊ 3-ാം മാസം 14-ാം തീയതി, 3-ാം മാസം 14-ാം തീയതി, അങ്ങനെ മാർച്ച് 14 അന്താരാഷ്ട്ര ഗണിത ശാസ്ത്ര ദിനം അല്ലെങ്കിൽ പൈ ദിനമായിട്ട് നമ്മൾ ആചരിക്കാറുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കണം. അത് ഈ രണ്ട് കാര്യങ്ങൾ പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചതായത് കൊണ്ട് അതും കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം എന്ന് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. അടുത്തത് പിടിച്ചോണേ. ചോദ്യം, ഒരു ത്രികോണത്തിന്റെ ചുറ്റളവ് 27 സെന്റിമീറ്റർ ആണ്. ചോദ്യം, ഇതിന്റെ വശങ്ങളാകാവുന്ന അളവുകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം ഏത് ത്രികോണമാണെന്നുള്ള കാര്യം ചോദ്യകർത്താവ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എത്ര തരത്തിലുള്ള ത്രികോണങ്ങൾ നിങ്ങൾക്ക് അറിയാം? 6 തരത്തിലുള്ള ത്രികോണങ്ങൾ അറിയാം. ഏതൊക്കെയാ? സമഭുജ ത്രികോണം, സമപാർശ്വ ത്രികോണം, വിഷമഭുജ ത്രികോണം, മട്ട ത്രികോണം, അതേപോലെ നമ്മുടെ ഈ ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയുന്നത് വിഷമഭുജ ത്രികോണം. ഈ സംഭവങ്ങളെല്ലാം, അതായത് നമ്മൾ ഒന്നുകൂടെ പറയാം, അതായത് 3 സൈഡ് തുല്യമാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന സമഭുജ ത്രികോണം എന്ന് പറയും. 2 സൈഡ് തുല്യമാണെങ്കിൽ സമപാർശ്വ ത്രികോണം എന്ന് പറയും. ഒരു വശവും തുല്യമല്ലെങ്കിൽ വിഷമഭുജ ത്രികോണം എന്ന് പറയും.
ഒരു കോൺ 90 ഡിഗ്രി ആണെങ്കിൽ ആ ത്രികോണത്തിന് പറയുന്ന പേര് മട്ടത്രികോണം എന്ന് പറയും. ഒരു കോൺ 90 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ ബൃഹത്ത് ത്രികോണം അല്ലെങ്കിൽ ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ എന്ന് പറയും. എല്ലാ കോണുകളും 90 ഡിഗ്രിയിൽ കുറവാണെങ്കിൽ, 3 കോണുകളാണുള്ളത്, ഈ 3 കോണുകളും 90 ഡിഗ്രിയിൽ കുറവാണെങ്കിൽ ആ ത്രികോണത്തിന് പറയുന്ന പേര് അക്യൂട്ട് ട്രയാങ്കിൾ അല്ലെങ്കിൽ ന്യൂന ത്രികോണം എന്ന് പറയും. ത്രികോണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരു ത്രികോണത്തിന്റെ ചുറ്റളവ് 27 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വശങ്ങളാകാവുന്ന അളവുകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പോൾ എടാ ചുറ്റളവ് 27 ആണെങ്കിൽ 3 വശം കൂടെ കൂട്ടുമ്പോൾ 27 കിട്ടണ്ടേ? അപ്പോ 8ഉം 13ഉം കൂടെ കൂട്ടിയ 21, 6, 27 സെറ്റ്. ഇത് ഓക്കെയാണ്. അതായത് 27 വരുന്നുണ്ട്. ചുറ്റളവ് 3 വർഷവും കൂടെ കൂട്ടുമ്പോൾ 27 വരുന്നുണ്ട്. 14, 9, 23, 4, 27 ഓക്കെയാണ്. 15, 7, 22, 22, 5, 27 ഓക്കെയാണ്. 2, 5, 7, 20, 27 അതും ഓക്കെയാണ്. അതായത് തന്നിരിക്കുന്ന ഇതെല്ലാം ആ 3 വർഷങ്ങളെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് ചുറ്റളവായ 27 വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ പഠിച്ചു വെക്കാറുണ്ടല്ലേ ത്രികോണവുമായിട്ട് ബന്ധപ്പെട്ട്. അതിലെ ത്രികോണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, എടാ ഒരു ത്രികോണത്തിന്റെ ഏതെങ്കിലും ഒരു വശവും ആ വശത്തേക്കുള്ള ഉന്നതിയും തന്നു കഴിഞ്ഞാൽ വിസ്തീർണം കണ്ടുപിടിക്കാൻ ഹാഫ് ഇൻറ്റു ഏതെങ്കിലും ഒരു വശം ഇൻറ്റു ആ വശത്തേക്കുള്ള ഉന്നതി. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഒരു ത്രികോണത്തിന്റെ ചെറിയ 2 വശങ്ങളുടെ തുക എല്ലായ്പ്പോഴും വലിയ വശത്തിനേക്കാൾ കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ഒരു ത്രികോണത്തിന്റെ ഏത് 2 വശങ്ങളും മൂന്നാമത്തെ വശത്തിനേക്കാൾ കൂടുതലായിരിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല്, ഒരു ത്രികോണത്തിന്റെ ചുറ്റളവിന്റെ പകുതിയിലും കുറവായിരിക്കും ഓരോ വർഷവും. ഒരു ത്രികോണത്തിന്റെ ചുറ്റളവിന്റെ പകുതിയിലും കുറവായിരിക്കും ഓരോ വർഷവും. ചുറ്റളവ് എത്ര? 27 അല്ലേ? ചുറ്റളവ് 27. 27ന്റെ പകുതി എത്ര? 27ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 13.5 അല്ലേ? ചുറ്റളവിന്റെ പകുതിയിലും കുറവായിരിക്കും ഓരോ വർഷവും. അപ്പൊ ചുറ്റളവ് 27 ആണ്. 27ന്റെ പകുതി 13.5 ആണ്. ഓരോ വർഷവും 13.5യേക്കാൾ കുറവായിരിക്കണം. അത് റൂളാണ്. അപ്പോൾ 13.5യേക്കാളും കുറവാണ് 8, 13, 6 സെറ്റ്. 14 13.5യേക്കാളും വലുതല്ലേ? അപ്പൊ ഇത് വരത്തില്ല. 15 13.5യേക്കാൾ വലുതല്ലേ? അതും വരത്തില്ല. പിന്നെ ബാക്കിയുള്ളത് 20 13.5യേക്കാൾ വലുതല്ലേ? അതും വരത്തില്ല. സോ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. പ്രധാനപ്പെട്ട റൂൾ എന്ന് പറഞ്ഞാൽ എഴുതി വെക്കുക, ഒരു ത്രികോണത്തിന്റെ ഓരോ വർഷവും ചുറ്റളവിന്റെ പകുതിയിലും കുറവായിരിക്കും എന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. സോ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. അടുത്ത ചോദ്യം എപ്പോഴും നമ്മൾ കാണുന്ന ചോദ്യം, വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എടാ കുഞ്ഞുങ്ങളെ, ഇതൊരു വര കണ്ടോ? ഇതൊരു വരയാ. അവിടേക്ക് ഒരു ചരിഞ്ഞ വര വന്നു മുട്ടി. ഒരു വരയിലെ ഒരു ചരിഞ്ഞ വര വന്ന് മുട്ടി. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ 2 കോണുകൾ രൂപപ്പെടത്തില്ലേ? ഏതൊക്കെയാ? ഈ കോണും ഈ കോണും. ഒരു വരയില് ഒരു ചരിഞ്ഞ വര വന്ന് മുട്ടുമ്പോൾ അവിടെ 2 കോണുകൾ രൂപപ്പെടും. ആ 2 കോണുകൾ തമ്മിൽ കൂട്ടിയാൽ എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. മറന്നു പോകാൻ പാടില്ല. അതിനെയാണ് നമ്മൾ ലീനിയർ പെയർ എന്ന് പറയുന്നത്. നിങ്ങൾ എന്തോർത്തിരിക്കുക, ആ 2 കോണുകൾ തമ്മിൽ കൂട്ടുമ്പോൾ 180 ഡിഗ്രി ആയിരിക്കും എന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. കണ്ടോ? അതായത് എടാ ഇത് 120 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? 60 എന്ന് പറയണം. കാരണം എന്താ? രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രിയെ വരുത്തുള്ളൂ. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. എഴുതിയെടുത്തോ?
രണ്ടാമത്തെ പോയിന്റ്, രണ്ട് ചരിഞ്ഞ വരകൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടിയാൽ, രണ്ട് ചരിഞ്ഞ വരകൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടിയാൽ അവിടെ രൂപപ്പെടുന്ന നാല് കോണുകളിലെ അവിടെ രൂപപ്പെടുന്ന നാല് കോണുകളിലെ എതിർകോണുകൾ തുല്യമായിരിക്കും. അവിടെ രൂപപ്പെടുന്ന നാല് കോണുകളിലെ എതിർകോണുകൾ തുല്യമായിരിക്കും. അതായത് ഈ കോൺ 50 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ എതിർകോണായിട്ടുള്ള ഈ സാധനം എത്ര ആയിരിക്കും? 50. ഇത് 130 ആണെങ്കിൽ ഇതും എത്ര ആയിരിക്കും? 130. എതിർകോണുകൾ തുല്യമായിരിക്കും എന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. അവസാനത്തെ പോയിന്റ്, രണ്ട് സമാന്തര വരകളെ ഒരു ചരിഞ്ഞ വര കണ്ണിച്ചാൽ, രണ്ട് സമാന്തര വരകളെ ഒരു ചരിഞ്ഞ വര കണ്ണിക്കുമ്പോൾ ഒരു ഭാഗത്ത്, ആ ചരിഞ്ഞ വരയുടെ ഒരു ഭാഗത്ത് നാല് കോണുകളും അപ്പുറത്തെ ഭാഗത്ത് നാല് കോണുകളും രൂപപ്പെടാറുണ്ട്. അവിടെ ഒരു സൈഡിൽ രൂപപ്പെടുന്ന നാല് കോണുകളിലെ ഒന്നിടവിട്ട കോണുകൾ തുല്യമായിരിക്കും. അതായത് ഇവിടെ മക്കളെ ദാണ്ട ഈ കോൺ 100 ഡിഗ്രി ആണെങ്കിൽ ഒന്നിടവിട്ടത് ദാണ്ട ഈ കോൺ എത്ര ആയിരിക്കും? 100 ആയിരിക്കും. ഇത് 80 ആണെങ്കിൽ ഒന്നിടവിട്ട ഓൾട്ടർനേറ്റീവ് ആംഗിൾ ആയിട്ടുള്ള ഇതും 80 തന്നെ ആയിരിക്കും. ഈ മൂന്ന് കാര്യങ്ങൾ ഒരു ബുക്കിനകത്തേക്ക് വൃത്തിയായിട്ട് എഴുതി വെക്കുക. ഒന്നാമത്തെ പോയിന്റ്, ഒരു വരയിലെ ഒരു ചരിഞ്ഞ വര വന്ന് മുട്ടിയാൽ അവിടെ രൂപപ്പെടുന്ന രണ്ട് കോണുകളുടെ ആകെത്തുക 180 ഡിഗ്രി ആയിരിക്കും. ഫസ്റ്റ് പോയിന്റ്. രണ്ട് ചരിഞ്ഞ വരകൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടിയാൽ അവിടെ രൂപപ്പെടുന്ന നാല് കോണുകളിലെ എതിർകോണുകൾ തുല്യമായിരിക്കും. രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, രണ്ട് സമാന്തര വരകളെ ഒരു ചരിഞ്ഞ വര കണ്ണിച്ചാൽ അവിടെ ഒരു ഭാഗത്ത് രൂപപ്പെടുന്ന നാല് കോണുകളിലെ ഒന്നിടവിട്ട കോണുകൾ തുല്യമായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഒരു ബുക്കിനകത്തേക്ക് എഴുതി ഒരു 3-4 വട്ടം വായിച്ചു പഠിക്കുക, ചെയ്തു പഠിക്കുക. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അങ്ങനാണെങ്കിൽ മക്കളെ ചോദ്യം, ഈ ആംഗിൾ പി, ആംഗിൾ ക്യൂ, അതേപോലെ ആംഗിൾ എസ്, ആംഗിൾ ആർ, ഇതെല്ലാം കൂടെ കൂട്ടിയാൽ ആൻസർ എത്ര എന്നാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും രണ്ട് ചരിഞ്ഞ വരകൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടുമ്പോൾ ഇവിടെ 120 ഡിഗ്രി ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ എത്ര ആയിരിക്കും? 60 ആയിരിക്കും അല്ലേ? 60 ആയിരിക്കത്തില്ലേ? കാരണം ഇത് ഒന്നാമത്തെ പോയിന്റ് കണ്ടോ, ഈ ഒരു വര വന്ന് മുട്ടുമ്പോൾ ഈ രണ്ട് കോണുകളുടെ തുക 180 ആയിരിക്കും. അത് 120 ആണെങ്കിൽ ഇത് സ്വാഭാവികമായിട്ടും 60 ആയിരിക്കും. സിമ്പിൾ ആയിട്ട് പറയാം. ഇത് 60 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 60 ആയിരിക്കും. സിമ്പിൾ അല്ലേ? ഇത് 60 ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, അതായത് രണ്ട് ചരിഞ്ഞ വരകൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടിയാൽ എതിർകോണുകൾ തുല്യമായിരിക്കും. ഈ കോൺ 60 ഡിഗ്രി ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കോണും എത്ര തന്നെ ആയിരിക്കും? 60 തന്നെ ആയിരിക്കും. ഇനി ഈ കോണ് വേണം, ഈ കോണ് വേണം, ഇതും വേണം, ഇതും വേണം. എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ആൻസർ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ പറഞ്ഞ 3 കാര്യങ്ങൾ വൃത്തിയായിട്ട് മനസ്സിലായല്ലോ. ഇനി അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു ത്രികോണം നോക്കിക്കേ. ഈ ഒരു ത്രികോണത്തിന്റെ ഒരു ബാഹ്യ കോണല്ലേ 120 ഡിഗ്രി അല്ലേ? ഒരു ബാഹ്യ കോണാണ് 120 ഡിഗ്രി. ഒരു ത്രികോണത്തിന്റെ ബാഹ്യ കോൺ 120 ഡിഗ്രി വരുവാണെങ്കിൽ അത് തീർച്ചയായിട്ടും സമഭുജ ത്രികോണമായിരിക്കും എന്നുള്ളത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഒരു ത്രികോണത്തിന്റെ ഏതെങ്കിലും ഒരു ബാഹ്യകോൺ 120 ഡിഗ്രി വരുവാണെങ്കിൽ
അത് സമഭുജ ത്രികോണമായിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ഈ ത്രികോണത്തിന്റെ ബാഹ്യകോൺ 120 ഡിഗ്രി വന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു സമഭുജ ത്രികോണമാണെന്ന് മനസ്സിലായി. മാത്രമല്ല നമ്മൾ ഒ ക്യു ഒ പി തുല്യമാണ്, അതുകൊണ്ട് ഈ ഒരു ത്രികോണം സമഭുജ ത്രികോണമാണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ മൂന്ന് കോണുകളുടെ തുക 180 ഡിഗ്രി വരുന്ന മൂന്ന് കോണുകൾ ഓരോന്നും 60 ഡിഗ്രി ആയിരിക്കും. ഇത് 60 ആണ്, ഇതും 60, ഇതും 60. ഇതേപോലെ തന്നെയാണ് ഇവിടെയും, അതേ അവസ്ഥ തന്നെയാണ്. അവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ത്രികോണത്തിന്റെ ബാഹ്യകോൺ 120 ഡിഗ്രി ആയതുകൊണ്ട് ഇതും ഒരു സമഭുജ ത്രികോണമാണെന്ന് മനസ്സിലായി. ഇത് 60 ഡിഗ്രി ആണ്, അപ്പൊ ഇതും 60 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 60ഉം 60ഉം 120, 120ഉം 60ഉം 180, 180ഉം 60ഉം കൂടെ കൂട്ടിയാൽ 240 വരും. ഉത്തരം ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സമയത്ത് ബാഹ്യകോൺ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രോബ്ലത്തിലേക്ക് പോകാവുന്നതാണ്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ബഹുഭുജത്തിന്റെ ആന്തര കോൺ അളവുകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n-2 × 180 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു ബഹുഭുജത്തിന്റെ ബാഹ്യകോൺ അളവുകളുടെ തുക 360 ഡിഗ്രി ആയിരിക്കും. അതേപോലെ ഒരു സമബഹുഭുജത്തിന്റെ ഓരോ ബാഹ്യകോണിന്റെയും അളവ് 360 ÷ n ആയിരിക്കും. അത്തരത്തില് നമ്മുടെ സമഭുജ ത്രികോണത്തിന്റെ ഒരു ബാഹ്യകോണിന്റെ അളവെന്ന് പറഞ്ഞാല് 360നെ 3 കൊണ്ട് ഹരിക്കുക 120 ആയിരിക്കും. സോ അതുകൊണ്ടാണ് അവിടെ 120 വന്നപ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാൻ സാധിച്ചത് എന്താണെന്ന്, സമഭുജ ത്രികോണമാണെന്ന് ഉറപ്പിക്കാൻ സാധിച്ചത്. അല്ലെങ്കിൽ തന്നെ ഈ ഒരു പോയിന്റിൽ നിന്ന് ആണ് നമ്മൾ ഇങ്ങോട്ടൊരു വര വരച്ചതും ഇങ്ങോട്ടൊരു വര വരച്ചതും, രണ്ടും തുല്യമാണല്ലോ, അപ്പൊ തന്നെ ഉറപ്പിക്കാം. പിന്നെ എന്തായാലും ഈ വരയും ഓട്ടോമാറ്റിക് ആയിട്ട് തുല്യമാവും. സോ ഒരു മൂന്ന് വശങ്ങൾ തുല്യമായതുകൊണ്ട് അതൊരു സമഭുജ ത്രികോണമാണെന്നുള്ള കാര്യം കൺഫേം ആയി. അപ്പൊ അവിടുത്തെ ഉത്തരം 240 ഡിഗ്രി എന്ന് പറഞ്ഞതും ഈ പ്രധാനപ്പെട്ട 1, 2, 3 പോയിന്റ് വൃത്തിയായിട്ട് ഒരു ബുക്കിനകത്തേക്ക് എഴുതി അവസാനിപ്പിക്കണം എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. അടുത്ത ചോദ്യം, ഒരു സമചതുര കട്ടയുടെ വക്കുകളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. സ്ഥിരമായിട്ട് കാണുന്ന ചോദ്യം. എടാ, ഒരു സ്തംഭത്തിന്റെ, അത് ഏത് സ്തംഭമാണെങ്കിലും കുഴപ്പമില്ല, അത് ത്രികോണ സ്തംഭമാണെങ്കിലും സമചതുര സ്തംഭമാണെങ്കിലും അല്ലെങ്കിൽ പഞ്ചഭുജ സ്തംഭമാണെങ്കിലും ഷഡ്ഭുജ സ്തംഭമാണെങ്കിലും അഷ്ടഭുജ സ്തംഭമാണെങ്കിലും ഏതൊരു സ്തംഭത്തിന്റെയും മൂലകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഇക്വേഷൻ 2n. മൂലകളുടെ എണ്ണം, കോർണേഴ്സിന്റെ എണ്ണം 2n. അതേപോലെ വക്കുകളുടെ എണ്ണം, ഫേസസിന്റെ എണ്ണം 3n. വക്കുകളുടെ എണ്ണം 3n. അതേപോലെ മുഖങ്ങളുടെ എണ്ണം n+2. മുഖങ്ങളുടെ എണ്ണം n+2. ഈ 3 ഇക്വേഷൻസ് നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, n എന്ന് പറഞ്ഞാൽ എന്തുവാ? എടാ കുഞ്ഞുങ്ങളെ, n എന്ന് പറഞ്ഞാൽ പാദമുഖത്തിന്റെ വശങ്ങളുടെ എണ്ണത്തിനെയാണ് നമ്മൾ n എന്ന് പറയുന്നത്. പഞ്ചഭുജ സ്തംഭമാണെങ്കിൽ പാദമുഖത്തിന് 5 വശം, ഷഡ്ഭുജ സ്തംഭമാണെങ്കിൽ n-ന്റെ വില 6, അഷ്ടഭുജ സ്തംഭമാണെങ്കിൽ n-ന്റെ വില 8, സപ്തഭുജ സ്തംഭമാണെങ്കിൽ, അതായത് നമ്മൾ സപ്തഭുജ സ്തംഭത്തിന് ഹെപ്റ്റഗണൽ പ്രിസം എന്നാണ് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ n-ന്റെ വില 7 അങ്ങനെ എടുക്കണം. സോ ഇവിടെ സമചതുര കട്ട എന്ന് പറഞ്ഞാൽ താഴത്തെ മുഖം ഒരു സമചതുരമാണ്, അതായത് 4 വശം. 4 വശം എന്ന് പറഞ്ഞാൽ n-ന്റെ വില 4. സോ അങ്ങനെയാണെങ്കിൽ വക്കുകളുടെ എണ്ണം 3n. 3 × 4 12. ഉത്തരം ഓപ്ഷൻ ഡി. അങ്ങനെയാണെങ്കിൽ മൂലകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ 2n. 2 × 4 8. മുഖങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ ഉത്തരം
n+2 4+2 6 എന്നെഴുതി അവസാനിപ്പിക്കാം. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ചോദ്യം ദാ പിടിച്ചു. ഒരു പഞ്ചഭുജ സ്തംഭത്തിന്റെ മൂലകളുടെ എണ്ണം എത്ര, വക്കുകളുടെ എണ്ണം എത്ര, മുഖങ്ങളുടെ എണ്ണം എത്ര? ആൻസർ കമന്റ് ആയിട്ട് ഇടണം. എന്നിന്റെ വില 5, പഞ്ചഭുജം പെന്റഗൺ 5 വശം, അതൊരു ചോദ്യം. അതേപോലെ ഒരു നവഭുജ സ്തംഭം നൊണ്ണഗണൽ പ്രിസം, നവഭുജ സ്തംഭത്തിന്റെ മൂലകളുടെ എണ്ണം എത്ര, വക്കുകളുടെ എണ്ണം എത്ര, മുഖങ്ങളുടെ എണ്ണം എത്ര? ഈ 2 ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് താഴെ എഴുതിയിടണം എന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്. സോ നമ്മൾ വളരെ പ്രധാനപ്പെട്ട K1 K2 പരീക്ഷകൾക്ക് ചോദിച്ചു പോയ മാത്സിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. അതിന്റെ 2ാമത്തെ ക്ലാസ് ആണ് ഇപ്പോൾ കഴിഞ്ഞത്. തുടർച്ചയായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരുന്നുണ്ട്. അതിനു മുമ്പായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്ക് ഇനി വിരലിലെണ്ണാം ദിവസങ്ങൾ മാത്രമാണ് നിൽക്കുന്നത്. അതായത് 1 മാസത്തെ സമയമാണ് കൃത്യമായിട്ട് പഠിക്കുവാൻ കിട്ടുന്നത്. ഇവിടെ നിങ്ങളൊരു പരന്ന പഠനത്തിലേക്ക് പോകാതെ മുൻ വർഷങ്ങളിൽ K1 K2 പരീക്ഷകൾക്ക് സ്ഥിരമായിട്ട് ചോദിച്ച ഹോട്ട് ടോപ്പിക്കുകൾ കണ്ടെത്തി വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇത്തവണത്തെ K1 K2 പരീക്ഷകൾ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. സോ അത്തരത്തില് നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് കൃത്യമായ ഡയറക്ഷനോടുകൂടി ഒരു മെന്ററിന്റെ സഹായത്തോടു കൂടി സ്ഥിരമായിട്ട് ലൈവ് ക്ലാസ്സുകളും അതിന്റെ PDF നോട്ടുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഉൾപ്പെടെയുള്ള ഒരു കംപ്ലീറ്റ് റിവിഷൻ പാക്കുമായിട്ടാണ് CC നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഇവിടെ പരന്ന പഠനമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ക്രിസ്പി ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയൊരു മിഷൻ മാത്രമല്ല, ഈ റാങ്ക് ലിസ്റ്റിലെ ഒരുപാട് ഉദ്യോഗാർത്ഥികളെ തിങ്ങി നിറപ്പിക്കുക എന്നുള്ള വലിയൊരു മിഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലെ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ബാച്ചിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വൈകിയ വേളയിൽ പഠിച്ചുകൊണ്ട് പരീക്ഷയുടെ 90 മാർക്ക് എന്ന് പറയുന്ന ആ ഒരു വലിയ ദൗത്യം നിങ്ങൾക്ക് ഇത്തവണ നേടിയെടുത്തുകൊണ്ട് 2026 അവസാനം വരാൻ പോകുന്ന LP UP പരീക്ഷകൾക്ക് ഇപ്പോഴേ നിങ്ങൾക്കൊരു നല്ലൊരു കാൽവെപ്പ് നടത്താവുന്നതാണ്. 2028 LP UP പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നമ്മളുടെ പേര് ആദ്യത്തെ 50-നകത്തേക്ക് എത്തിക്കുക എന്നുള്ള വലിയൊരു മിഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരത്തില് ഒരു ചെറിയ ദൗത്യത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്നത്. അപ്പോൾ ഇത്തവണ നമ്മൾ എഴുതാൻ പോകുന്ന K1 K2 പരീക്ഷകൾക്ക് തീർച്ചയായിട്ടും വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. ഇതിന്റെ ബാക്കി അടുത്തൊരു ഭാഗവുമായിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ മുമ്പിലേക്ക് വരുന്നതാണ്. നിങ്ങളുടെ എല്ലാ ആശങ്കകളും സജഷൻസും എല്ലാം വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.